അല്ലാഹുവിന്റെ പ്രവാചകൻ ഓഫർ ചെയ്യുന്ന സ്വർണത്തിന്റെ സിംഹാസനം നിനക്ക് വേണോ? മുത്തുനബിയുടെ കൂട്ടുകാരനാകണോ? അനുസുതങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് കിടക്കുന്ന മുത്തുനബി നിന്നെ സ്നേഹിക്കണോ? ആ പ്രവാചകന്റെ മുന്നിൽ നിനക്കൊരു സ്നേഹമോ ബലയോ വേണോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ഹറാമുകൾ കാണുന്നത് ഒഴിവാക്കൂ. ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിയ്യത്ത് ചെയ്യൂ, അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഈ പരിശുദ്ധമായ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കും ഉസ്താദ്. കഴിവിന്റെ പരമാവധി പാപങ്ങൾ കാണുന്നത് ഞാൻ ഒഴിവാക്കും. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞാൻ തൗബ ചെയ്യും ഉസ്താദ്. അല്ലാഹുവേ, ആരെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഹറാം കാണില്ല എന്ന് പടച്ചവനെ നിയ്യത്ത് ചെയ്യുന്നോ, അല്ലാ, മരിക്കുന്നതിന് മുമ്പ് ആ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ സൈഡില് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ, ആ കല്ല് മക്കത്ത് പോയിട്ടൊന്ന് കാണാൻ, അതിലൊന്ന് ചുംബിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ, നിന്നെ കാണണ്ട കണ്ണാണല്ലാ. ഈ കണ്ണുകൊണ്ട് നിനക്കിഷ്ടമില്ലാത്തത് കാണില്ല എന്നാര് നിയ്യത്ത് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിന്റെ ലിഖാ കാണാ. പടച്ചവരെ, നിന്നെ ഒന്ന് കൺകുളിർത്ത് കാണാൻ റബ്ബേ, ഈ നിയ്യത്ത് ചെയ്യുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നു മുതൽ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ്, ഓർമ്മയുള്ള കാലത്തോളം ഉസ്താദെ, കഴിവിന്റെ പരമാവധി അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞങ്ങൾ കാണൂല. ഇനി എന്തെങ്കിലും കണ്ടുപോയാ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യും.